അധികാരം കൈയാളുന്ന ഒരു സിസ്റ്റത്തിൽ അത് കൈയാളുന്ന മനുഷ്യരോട് നമ്മൾ മൗനം പാലിക്കുന്നത് അപകടമാണ്. ഞാൻ പറയും 1-to-1 റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഇന്റർസെക്ഷണലായിട്ട് കാര്യങ്ങളെ കാണുമ്പോൾ ചിലപ്പോൾ നമ്മളെക്കാളും പവർലെസ് ആയിട്ടുള്ള ഒരു പുരുഷൻ അവിടെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ പവർ എവിടേക്കാണ് ഉപയോഗിക്കണത് എന്നുള്ളത് അതൊരു പവറിന്റെ ഒരു കളിയാണ്, വിനിമയമാണിത്. അപ്പം ഇതിനകത്ത് നമ്മൾ ആരോടാണ് നമ്മൾ വിധേയത്വം കാണിക്കുന്നത്, ആരോടാണ് നമ്മൾ വിട്ടുവീഴ്ച ചെയ്യുന്നത് എന്നുള്ളതൊക്കെ വലിയ പ്രശ്നം തന്നെയാണ്. പവർ സ്ട്രാറ്റജി ഇതിൻ്റെ ഒരു ഘടനയ്ക്കകത്ത് അതെപ്പോഴും നിലനിൽക്കും. പക്ഷെ നമ്മൾ ഈ അധികാരവുമായിട്ട് രമ്യപ്പെട്ട് നിൽക്കുകയോ രാജിയാവുക എന്നുള്ളതല്ല ഞാനത് പറഞ്ഞത്. നിങ്ങൾ 1-to-1 സ്പേസിൽ നിങ്ങൾക്ക് വിട്ടുകൊടുക്കാവുന്നതും മനസ്സിലാക്കാവുന്നതും അല്ലെങ്കിൽ ഒന്നിച്ച് തന്നെ അതിനെ തിരുത്തി മുന്നോട്ട് പോകാവുന്ന ഏരിയാസിന് നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. മെൻ വിൽ ബി മെൻ എന്ന് പറയുന്ന ആ തോട്ടിനോട് ഞാൻ യോജിക്കുന്നില്ല. ബിക്കോസ് ഈ പറഞ്ഞ പോലെ ഇവഞ്ച്വലി ഇപ്പം നമ്മൾ പുതിയ പുതിയ പഠനങ്ങളൊക്കെ പറയുന്നത് നമ്മളെ ഒരു സൈക്കോളജിക്കൽ ലെവലിൽ പലതരത്തിലുള്ള ആവശ്യങ്ങളും നീടും ഒരു സ്റ്റീരിയോ ടൈപ്പ് പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. സ്ത്രീ മൊത്തം വൈകാരികതയിലും ആണ്ട് നിൽക്കുന്നത്, പുരുഷന് വൈകാരികതയില്ല, അങ്ങനെ അല്ലല്ലോ. കണ്ടീഷനിങ് ആണ് ഇതെല്ലാം. സോഷ്യൽ കണ്ടീഷനിങ് എന്ന് മറികടന്നിട്ട് ബേസിക്കലി മനുഷ്യൻ എന്നുള്ള രീതിയിൽ എല്ലാവരുടെയും ആശയവും നിരാശയും അഭിലാഷവും വിശപ്പും ദാഹവും എല്ലാം ഒരുപോലെയൊക്കെ തന്നെയാണ്.